വർഷങ്ങൾ പോകുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും, നമ്മുടെ വളർച്ച തന്നെ മാറ്റം വരുന്നില്ലേ? നമ്മൾ എന്നും കുഞ്ഞായിട്ടല്ലല്ലോ ഇരിക്കുന്നത്. യൗവനവും വാർദ്ധക്യവും ഒക്കെ നമ്മളെ വന്ന് ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലും മാറ്റം വരാം, നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരാം, നമ്മുടെ സംസാര രീതിയിൽ മാറ്റം വരാം. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ചിലപ്പോൾ ശാന്തമായി എന്ന് വരാം, ചിലപ്പോൾ ശാന്തമായിട്ടിരുന്നവർ ദേഷ്യപ്പെടുന്നു വരാം. നമ്മുടെ ശരീരപ്രകൃതി മാറിപ്പോകാം, നമ്മുടെ സൗന്ദര്യം മാറിപ്പോകാം, എന്തും വരാം. അതിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. അപ്പോൾ പ്രായമാവുമ്പോൾ എല്ലാവരിലും തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്ന, അത് നല്ല മാറ്റങ്ങൾ ആണെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും സമൂഹത്തിനും നല്ലതായിരിക്കും. അത് മോശമാണെങ്കിൽ എല്ലാവർക്കും മോശമായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മൾ വാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം ഇനിയുള്ള കാലം ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കുക. അത് അല്ലാതെ എപ്പോഴും നമ്മൾ ഒരേ സ്വഭാവമാണ്, എൻ്റെ സ്വഭാവമൊന്നും മാറിയിട്ടില്ല, ഞാൻ പഴഞ്ചൻ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. കാലം തന്നെ മാറുന്നുണ്ട്. മരങ്ങളിലും പക്ഷികളിലും മൃഗാദികളിലും എല്ലാം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കായിട്ട് മാറ്റം വരുന്നില്ല, ഞാൻ ആ പഴയതിൽ തന്നെ ഇരിക്കണേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളിലും മാറ്റങ്ങൾ കൊണ്ടുവരണം, നമ്മൾ മാറാൻ തയ്യാറാകണം. നമ്മൾ ഈ ലോകത്തിൻ്റെ അനുസരിച്ച് മാറിയേ പറ്റൂ, അല്ലാണ്ട് മാറാതെ പറ്റില്ല. നമ്മുടെ സ്വഭാവം മാറ്റം വരുന്നേ. ഒത്തിരി ദേഷ്യപ്പെടുന്നവരും ഒത്തിരി എന്താ പറയണേ, ഷൗട്ട് ചെയ്യണവരും ഒക്കെ പിന്നീട് മാറിപ്പോകുന്നതാണ്. ചില ഗുണ്ടകളൊക്കെ നന്നായി വരുന്ന കാണാൻ മേലെ ഇല്ലേ? നാട്ടിലെ തെമ്മാടികളായിട്ട് നടന്നവർ നല്ല മനുഷ്യരായിട്ട് വരും. പക്ഷേ അവരെ അംഗീകരിക്കണ്ടോ എന്ന് വേറൊരു കാര്യം. എന്താണേലും എല്ലാവരിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകും, അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ കാലം നമ്മളെ മാറ്റിമറിക്കും, ഇല്ലേ? ശരിയല്ലേ?